ഹലോ കൂട്ടുകാരെ, നമ്മളിന്നൊരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. ഇന്ന് കുറച്ച് ഫ്രൂട്ട്സും കിഴങ്ങ് വർഗ്ഗങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. മക്കോട്ട ദേവ ഒക്കെ പഴുത്ത് പാകമായി നിൽക്കുന്ന ഒരു സ്ഥിതിയിലാണ് നിങ്ങൾ കാണുന്നത്. ഇത് മക്കോട്ട ദേവയാണ്. എല്ലാം പഴുത്ത് പാകമായി നിൽക്കുന്നുണ്ട്. ഇതൊരു പ്രത്യേക സൈസ് പേരക്കയാണ്. നല്ല വലിപ്പം വരുന്ന പേരക്കയാണത്. നല്ല വലിപ്പം വരും. ഇതും മക്കോട്ട ദേവയുടെ ഒരു ചെടി തന്നെയാണ്. ഇത് പാകമായിട്ടില്ല, ഇത് ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഒരു 2 അടി മുകളിൽ ഹൈറ്റ് ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മുടെ ചേട്ടൻ്റെ തന്നെ കൃഷിത്തോട്ടമാണ്. ഇഞ്ചിയാണ്. ഇത് കൂവയാണ്. കൂവ ഞങ്ങളുടെ നാട്ടിൽ തൃശ്ശൂർ ജില്ലയിലൊക്കെ ഇതിന് കൂവ എന്നാണ് പറയുക. കൂവ കൃഷി കുറേ നട്ടിട്ടുണ്ട് ഈ ഏരിയയിൽ. ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ചക്കരക്കിഴങ്ങ് എന്നാണ് പറയുക. നമ്മളിതിനെ മധുരക്കിഴങ്ങ് എന്നും പറയും. പല നാടുകളിലും മധുരക്കിഴങ്ങ്, ചക്കരക്കിഴങ്ങ് എന്നൊക്കെ പറയും. അതാണിത്. ഇത് ഹൈബ്രിഡിൽപ്പെട്ട ഒരു ഇനമാണ് കേട്ടോ. അത് ഒരു 2-3 മൂട് ഇട്ടിട്ടുണ്ട്. ഇത് ചേട്ടൻ്റെ വീട്ടിലെ തക്കാളി തന്നെയാണ്. ഇതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് നേരത്തെ കാണിച്ചു തന്ന പച്ചക്കറികളും കിഴങ്ങ് വർഗ്ഗങ്ങളും. തക്കാളിയൊക്കെ പാകമായി വരുന്നതേ ഉള്ളൂ. ഒരുപാട് തക്കാളി മുട്ടിട്ട് നിൽക്കുന്നുണ്ട്. 1 മാസം കൊണ്ട് അത്യാവശ്യം വലുപ്പമാവും. ഇതൊരു ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങ ഒരു 2-2.5 അടി ഹൈറ്റ് ഉള്ളൂ. പക്ഷെ ഒരുപാട് ചെറുനാരങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ പാകമാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് മൂസമ്പിയാണ്. മൂസമ്പി ഒരു 4 അടിക്ക് ഹൈറ്റേ ഉള്ളൂ. പക്ഷെ അത്യാവശ്യം മൂസമ്പി ഉണ്ടായിട്ടുണ്ട്. ഒരു 10-15 എണ്ണം ഇതിൻ്റെ മുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് ചേട്ടൻ്റെ കൊള്ളിത്തോട്ടമാണ്. ഒരു ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ഒരു കൊള്ളിയാണ്. കൊള്ളി എന്ന് പറഞ്ഞാൽ കപ്പ എന്ന് പറയും. തൃശ്ശൂർ ജില്ലയിലൊക്കെ ഇതിന് കൊള്ളി എന്നാണ് പറയുക. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൊള്ളി ഒരുപാട് ഉണ്ട്. ഒരു സൈഡ് മൊത്തം പാടമാണ്. പൂട്ടൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ ചാലുകളിലൂടെ വെള്ളം പോകുന്നുണ്ട്. മൊത്തം ഈ ഏരിയ കൊള്ളിയാണ്. കുറേയൊക്കെ പറിച്ചു കഴിഞ്ഞു. ഇനിയും കുറച്ചുകൂടി പറിക്കാണ്ട്. ഇത് ഇഞ്ചി കൃഷിയാണ്. ചേട്ടൻ്റെ തന്നെ ഇഞ്ചി കൃഷിയാണത്. ഇഞ്ചി ഒരു 5-8 മൂട് ഇഞ്ചി വെച്ചിട്ടുണ്ട് ഇവിടെ. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് നല്ലൊരു കുളിർമ നൽകുന്നൊരു കാഴ്ചയാണ്. ഇവിടെയൊക്കെ ആദ്യകാലങ്ങളിൽ നെൽകൃഷി ചെയ്തായിരുന്നൊരു ഏരിയയാണ്. കുറച്ച് കാലങ്ങളായിട്ട് ഇതുപോലെ ഇഞ്ചി, കൂവ, മധുരക്കിഴങ്ങ്, കൂർക്ക, ഇതൊക്കെ ഉണ്ടോ? കൂർക്ക ഉണ്ടോ? ഒരു 50 സെൻറ്റിൽ കൂർക്ക മാത്രമാണ് ഇവിടെ നട്ടിരിക്കുന്നത് ചേട്ടൻ. അധികമൊന്നും ആയിട്ടില്ല. ഒരു 2-3 മാസമായിട്ടുണ്ടാവും നട്ട് കഴിഞ്ഞിട്ട്. ഇന്നലെ വരെ പണിക്കാരുണ്ടായിരുന്നു. ഇന്ന് പണിക്കാരില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു വീഡിയോ എടുത്തു. പരന്ന് കിടക്കണം കൂർക്ക. പിന്നെ ഇവിടെയൊക്കെ പന്നികളുടെ ശല്യമുണ്ട്. അതുകൊണ്ടാണ് കഴുങ്ങൊക്കെ കെട്ടി 2 സൈഡും കമ്പിയൊക്കെ കെട്ടിയിട്ട് സേഫ്റ്റി ആയിട്ട് നിർത്തിയിരിക്കുന്നത്. നേരെ ചെല്ലുന്നത് നമ്മുടെ ഒരു തോട്ടിലേക്കാണ്. കാണുന്നത് ഒരു തോടാണ്. മുകളിൽ നിന്നും വെള്ളം വന്ന് വീഴുന്നൊരു തോടാണ്. വലിയ കുണ്ടൊന്നുമില്ല. ഒരു അരക്കപ്പം വെള്ളം ഉണ്ടാവും. എന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.